ദൈവത്തിന് സ്തോത്രം. യേശുക്കുഞ്ഞും മാതാവും നിറഞ്ഞു നിൽക്കുന്ന തിരു അവതാര സംഭവത്തിലെ ആദ്യ അധ്യായങ്ങളിലെ ക്യാൻവാസിൽ ജോസഫിൻ്റേതൊരു സപ്പോർട്ടീവ് റോളായിരുന്നു എന്ന് പലപ്പോഴും തോന്നിയേക്കാം. എന്നാൽ ജോസഫ് നിറവേറ്റിയ നിയോഗങ്ങളും പ്രകടിപ്പിച്ച സമർപ്പണവുമൊക്കെ വളരെ ആദരണീയമാണ്. കർട്ടന് പിന്നിലെ കർത്തവ്യബോധമുള്ള കാര്യവിചാരകനായിരുന്നു ജോസഫ്. ഭർത്താവും പിതാവും കുടുംബനാഥനുമായി ദൈവം ഭരമേൽപ്പിക്കുന്ന ശ്രേഷ്ഠ നിയോഗങ്ങളുടെ ക്രിസ്തീയ കാര്യവിചാരകത്വം എങ്ങനെ ഭംഗിയായി നിർവഹിക്കാം എന്നറിയുവാൻ ജോസഫിൽ നിന്ന് കണ്ടുപഠിക്കേണ്ട അനേകം മൂല്യങ്ങളുണ്ട്. പ്രതിസന്ധികളിൽ വിവേകപൂർണമായ തീരുമാനങ്ങൾ എടുക്കുന്നതിൽ ജോസഫ് പ്രകടിപ്പിച്ച ആത്മനിയന്ത്രണം വളരെ അഭിനന്ദനാർഹവും അനുകരണീയവുമാണ്. കുടുംബ ദാമ്പത്യ നിയോഗങ്ങളിൽ പ്രതിസന്ധികളും കഷ്ടതകളുമൊക്കെ വളരെയധികം ഉണ്ടാകും. അപ്പോൾ ഒരിക്കലും ക്ഷമ കൈവിടരുത്. അമിത ആവേശത്തിലും പ്രതികാര ചിന്തയിലും നിയന്ത്രണം വിട്ട പ്രതികരണങ്ങളും പ്രവൃത്തികളുമൊക്കെ ഒഴിവാക്കണം. അതൊക്കെ ദൈവമേൽപ്പിച്ച നിയോഗങ്ങൾ പൂർത്തിയാക്കാൻ തടസ്സമാകും. ശക്തിക്ക് അതീതമായ സംഘർഷങ്ങളും ഭാരങ്ങളും വെല്ലുവിളികളും നിറഞ്ഞ നിയോഗങ്ങൾക്കായി ദൈവം ചിലരെ തിരഞ്ഞെടുക്കാറുണ്ട്. അത് അവരുടെ ഭൗതിക സ്വപ്നങ്ങളും പ്രതീക്ഷകളും അവകാശങ്ങളും ഒക്കെ തകർത്തു കളയും. ദൈവവിളിയിലെ വെല്ലുവിളികളെ നേരിടുമ്പോൾ കലപ്പയ്ക്ക് കൈവച്ച പലരും പിന്മാറാറുണ്ട്. ദൈവം ഭരമേൽപ്പിച്ച ദാമ്പത്യ നിയോഗങ്ങളിൽ നിന്ന് പിന്മാറുന്നതിന് പലരും പല ന്യായങ്ങളാണ് പറയാറുള്ളത്. ജീവിത പങ്കാളി ഒരു ബാധ്യതയാണ്, ശല്യമാണ്. അവരോടൊപ്പമുള്ള ജീവിതം പ്രതിസന്ധികൾ നിറഞ്ഞതാണ്. അങ്ങനെ പലതും. പക്ഷേ ദൈവം ഭരമേൽപ്പിച്ച ദാമ്പത്യ ബന്ധത്തിലും അതുമായി ബന്ധപ്പെട്ട എല്ലാ സംഘർഷങ്ങളിലും മേരിയും ജോസഫും അടിപതറാതെ വിശ്വസ്തരായി നിന്നു. യേശുക്കുഞ്ഞിന് ജന്മം നൽകാൻ ലേബർ റൂമായി കാലിത്തൊഴുത്തും താമസിക്കാൻ ഭവനവും മരപ്പണിയിലൂടെ ഉപജീവനമാർഗവുമൊക്കെ ജോസഫ് കണ്ടെത്തി. ദൈവമേൽപ്പിച്ച പേരൻറ്റിംഗ് നിയോഗങ്ങൾ നിറവേറ്റാനുള്ള വഴികളും വിഭവങ്ങളും ദൈവം കരുതിക്കൊള്ളുമെന്ന ഉറച്ച വിശ്വാസം ജോസഫിനുണ്ടായിരുന്നു. മക്കളെയും അവരുടെ ഭാവിയെയും പറ്റി ആകാംക്ഷപ്പെടുന്ന മാതാപിതാക്കൾക്കുള്ള സമുന്നത മോഡലുകളാണ് മേരി മാതാവും ജോസഫും. മക്കൾ ദൈവത്തിൻ്റേതാണ്. അവർക്ക് ആവശ്യമുള്ളതെല്ലാം ദൈവം കരുതിക്കൊള്ളും. വെറുതെ ആവലാതിപ്പെടേണ്ട യാതൊരു കാര്യവുമില്ല. കുടുംബത്തിനു വേണ്ടിയുള്ള മാതാപിതാക്കളുടെ സത്യസന്ധമായ അധ്വാനങ്ങളെ ദൈവം തീർച്ചയായും അനുഗ്രഹിക്കും. സംതൃപ്തിയും അഭിവൃദ്ധിയുമൊക്കെയായി അധ്വാനങ്ങളെ ദൈവം വർദ്ധിപ്പിച്ചു തരും. നിന്റെ ഭാര്യയായ മറിയയെ ചേർത്തുകൊള്ളുവാൻ ശങ്കിക്കേണ്ട.
അവളിൽ ഉൽപ്പാദിതമായത് പരിശുദ്ധാത്മാവിനാലാകുന്നു എന്ന് ദൈവം പറഞ്ഞപ്പോൾ ജോസഫ് മറിയാമിനെ സ്വീകരിച്ചു. അമ്മയെയും കുട്ടിയെയും കൊണ്ട് മിസ്രയീമിലേക്ക് പോകുവാൻ ദൈവം കൽപ്പിച്ചപ്പോൾ ആ രാത്രിയിൽ തന്നെ അവരെയും കൊണ്ട് ജോസഫ് യാത്രയായി. മത്തായി 10-ാം അധ്യായം 2-ാം വാക്യം, 2-ാം അധ്യായം 14-ാം വാക്യം. കുടുംബത്തിൻ്റെ നന്മയ്ക്കും ശ്രേയസ്സിനും സുരക്ഷിതത്വത്തിനും വേണ്ടി ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ട സമയത്ത് ഉത്തരവാദിത്വത്തോടെ ചെയ്തിരുന്ന പിതാവായിരുന്നു ജോസഫ്. ജീവിത പങ്കാളിയോടും മക്കളോടുമുള്ള ഉത്തരവാദിത്വം സത്യസന്ധമായി നിറവേറ്റാത്തവർ വിവാഹ പ്രതിജ്ഞ ലംഘിക്കുന്നവരാണ്. വിവാഹത്തിൻ്റെ കാർമ്മികനും കർത്താവുമായ ദൈവമുമ്പാകെ അവർ അതിന് സമാധാനം പറയേണ്ടി വരും. വിവാഹത്തിനു മുമ്പ് ഗർഭിണിയായ ഭാര്യയെ ഉപേക്ഷിക്കാനും കല്ലെറിയപ്പെടാൻ വേണ്ടി നിയമത്തിന് വിട്ടുകൊടുക്കാനുമുള്ള സാഹചര്യം ഉണ്ടായിരുന്നിട്ടും ലോകാപവാദത്തിൽ നിന്ന് മറിയാമിനെ രക്ഷപ്പെടുത്താനാണ് ജോസഫ് തീരുമാനിച്ചത്. രഹസ്യമായി അവളെ ഉപേക്ഷിക്കുവാൻ ജോസഫ് തീരുമാനിച്ചു. എന്നാൽ ദൈവം വസ്തുതകൾ കൂടുതൽ വെളിപ്പെടുത്തിയപ്പോൾ അവളെ ഹൃദയപൂർവ്വം സ്വീകരിക്കാനും ചേർത്തുകൊള്ളാനും അവൻ തയ്യാറായി. അതിൻ്റെ കാരണം തിരുവചനത്തിൽ പറയുന്നുണ്ട്. ജോസഫ് നീതിമാനായിരുന്നു. ജോസഫ് നീതിമാനായിരുന്നു. നീതിബോധമുള്ളവർ പ്രതിസന്ധികളിൽ ജീവിത പങ്കാളിയെ സ്നേഹകരങ്ങളിൽ ചേർത്ത് നിർത്തും. ജീവിത പങ്കാളിയുടെ ബലഹീനതകളും പരിമിതികളുമൊക്കെ പരിഹസിക്കാനും ഒറ്റപ്പെടുത്താനും പീഡിപ്പിക്കാനും തോൽപ്പിക്കാനും അവകാശങ്ങൾ നിഷേധിക്കാനും മറ്റുള്ളവരോട് ചേർന്ന് പരിഹസിക്കാനുമൊക്കെയുള്ള വിഷയമാക്കുന്ന ജീവിത പങ്കാളികൾ തീർച്ചയായും മാതൃകയാക്കേണ്ട ഭർത്താവാണ് ജോസഫ്. ബൈബിളിലെ മാരേജ് കൗൺസിലറായ പൗലോസ് എഫേസ്യ സഭയ്ക്ക് ദാമ്പത്യത്തിൻ്റെ ദൈവീക നിയമങ്ങൾ പങ്കുവച്ചപ്പോൾ ജോസഫിൻ്റെ വ്യക്തിത്വ ശ്രേഷ്ഠത അതിൽ നമുക്ക് നിഴലിച്ച് കാണാം. 5-ാം അധ്യായം. അതുപോലെ തന്നെ ഭർത്താക്കന്മാർ ഭാര്യമാരെ സ്വന്തം ശരീരത്തെ എന്ന പോലെ സ്നേഹിക്കണം. ഭാര്യയെ സ്നേഹിക്കുന്നവൻ തന്നെ തന്നെയാണ് സ്നേഹിക്കുന്നത്. ആരുമൊരിക്കലും സ്വന്തം ശരീരത്തെ വെറുക്കുന്നില്ലല്ലോ. ക്രിസ്തു സഭയെ എന്ന പോലെ അവൻ അതിനെ പരിപോഷിപ്പിക്കുകയും പരിപാലിക്കുകയും ചെയ്യണം. പകരം വീട്ടാനും പകരം ചോദിക്കാനും ശിക്ഷിക്കാനുമൊക്കെ അവസരം കിട്ടിയാലും ദയ കാണിക്കുന്നവർ നീതിബോധമുള്ള വലിയ മനസ്സുള്ളവരാണ്. കരുണയുള്ളവർക്ക് ദൈവത്തിൽ നിന്ന് കരുണ ലഭിക്കും. വിവാഹത്തിനു മുമ്പ് ഗർഭിണിയായ മറിയാമിനെ ഭാര്യയായി ജോസഫ് സ്വീകരിച്ചപ്പോൾ ലെജിറ്റിമസി, റെസ്പെക്റ്റബിലിറ്റി, പ്രൊട്ടക്ഷൻ എന്നീ 3 സമുന്നത അധികാരങ്ങളും അംഗീകാരങ്ങളുമാണ് മറിയാമിനും കുഞ്ഞിനും സമൂഹത്തിൽ ലഭിച്ചത്.
ദൈവത്തെ അനുസരിക്കുന്ന ജോസഫിൻ്റെ വലിയ മനസ്സായിരുന്നു ഇതിൻ്റെ പിന്നിൽ. തൻ്റേതല്ലാത്ത കാരണങ്ങൾ കൊണ്ട് ജീവിതത്തിൽ നേരിടേണ്ടി വന്ന സഹനങ്ങളിൽ പരിഭവവും പരാതിയുമില്ലാതെ തൻ്റെ ജീവിതം പൂർണ്ണമായി ദൈവേഷ്ടത്തിന് സമർപ്പിച്ച ജോസഫ് ക്രിസ്തീയ പേരൻറ്റിങ്ങിൻ്റെ അനുപമ മാതൃകയാണ്. ലോകത്തിൻ്റെ പാപം ചുമക്കാനും പാപപരിഹാര ബലിയായി തീരാനും വേണ്ടി മനുഷ്യപുത്രനും മേരി മാതാവിനും സ്നേഹത്തണലും സുരക്ഷിത ഭവനവും ഒരുക്കിയ ജോസഫ് ദൈവത്തിൻ്റെ മനുഷ്യാവതാര സംഭവത്തിലെ അത്യുജ്വല ജ്യോതിസാണ്. വൈകാരിക സുരക്ഷിതത്വത്തിലും സ്നേഹത്തിൻ്റെ ഊഷ്മള തണലിലും കുട്ടികൾ വളർന്ന് ആത്മാവിൽ ബലപ്പെടാനും വ്യക്തിത്വ വികാസം പൂർത്തിയാക്കാനും സഹായകരമായ അനുകൂല കുടുംബ സാഹചര്യമൊരുക്കുന്ന മാതാപിതാക്കൾ എന്നെന്നും ആദരണീയരാണ്. പരസ്പരം ക്ഷമിച്ചും വൈവിധ്യങ്ങളും വൈരുദ്ധ്യങ്ങളും ഉൾക്കൊണ്ടും ക്രിസ്തുവിൽ ഒന്നായി ജീവിക്കുന്ന ദമ്പതികൾ തീർച്ചയായും ദൈവത്തിൻ്റെ അഭിമാനഭാജനങ്ങളാണ്. വാഗ്ദത്ത സന്തതികളായി തീരേണ്ട ദൈവത്തിൻ്റെ കുഞ്ഞുങ്ങൾക്ക് നല്ല നിലമൊരുക്കുന്ന ദമ്പതികൾ ഭൂമിയിൽ ദൈവരാജ്യം പണിയുന്നവരാണ്. ജോസഫ് മേരി ദമ്പതികളെ പോലെ ഉത്തമ മാതൃകകളാണ്. ദൈവമേ, ദാമ്പത്യ നിയോഗങ്ങളിലെ വെല്ലുവിളികളും പ്രതിസന്ധികളും ദൈവാശ്രയത്തോടെ അഭിമുഖീകരിക്കാനുള്ള കൃപയും ബലവും ശക്തിയും നൽകി ദമ്പതികളെ അനുഗ്രഹിക്കണമെന്ന് യേശുക്രിസ്തുവിൻ്റെ വിസ്മയനാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേൾക്കണമേ. ശുഭാശംസകളോടെ എ പി ജോർജച്ചൻ.